രാംകുമാർ സാർ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചുറ്റുപാടുണ്ട് പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം. അത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. തീർച്ചയായും സുപ്രീം കോടതി വരെ അദ്ദേഹത്തിൻ്റെ നിയമയുദ്ധം പോകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കാൻ 153A എന്ന് പറയുന്നത് എൻ്റെ ഒരു പരിമിതമായ അറിവനുസരിച്ച് ആ കേസിലൊന്നും അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം സുപ്രീം കോടതിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വായിച്ചതാണ്, ഐ എം നോട്ട് ഷുവർ. സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കാൻ കഴിയില്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതിയിൽ പോകാൻ മാത്രം നിയമപ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന കേസാണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നെ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് ഇതായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് പാകിസ്ഥാൻ സ്ഥാപക ദിനത്തിൽ പാകിസ്ഥാന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരാൾ ഒരു സന്ദേശം അയച്ചു. അത് സുപ്രീം കോടതി പറഞ്ഞു ഭീകര പ്രവർത്തനമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനമല്ല, നമ്മുടെ അയൽ രാജ്യത്തേക്ക് സന്ദേശം അയച്ചതുകൊണ്ടാണ്. അയച്ച ആൾ ഒരുപാട് പാകിസ്ഥാൻ അനുകൂല പ്രവൃത്തികൾ ചെയ്തിട്ട് പോലും സുപ്രീം കോടതി ആ കാഴ്ചപ്പാടെടുത്തു. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ തത്വം ശ്രീ പി.സി. ജോർജിന് ബാധകമാക്കുകയാണെങ്കിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടു, ചർച്ച മുഴുവൻ കേട്ടു. അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത് മുസ്ലിം ലീഗിനെയാണ്, മുസ്ലിങ്ങളെയല്ല. അദ്ദേഹം വിമർശിച്ചത് മുഴുവൻ മുസ്ലിം ലീഗിനെയാണ്. ലീഗ് ഇന്ത്യ വിഭജിച്ചതും അതിനെ തുടർന്നുള്ള പ്രവൃത്തികളും ലീഗ് മറ്റ് മതങ്ങളുടെ പേരിൽ കുതിര കയറുന്നതും ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിഴലിക്കുന്നതായിട്ട് ഞാൻ കേട്ടതിൽ ഈ കാര്യം ഹൈക്കോടതി ശരിക്കും ബോധ്യപ്പെടുത്തിയില്ല എന്ന് എനിക്കറിയില്ല. ഏതായാലും ഹൈക്കോടതി തങ്ങളുടെ മുമ്പിലുള്ള വസ്തുതകളും വിവരങ്ങളും പഠിച്ച ശേഷമാണ് ഉത്തരവുകൾ പാസ്സാക്കുക. അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈക്കോടതി തങ്ങളുടെ കടമ ശരിയായി നിർവഹിച്ചു. ഒരു പക്ഷേ സുപ്രീം കോടതി മറിച്ച് ചിന്തിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം. അത് പരിശ്രമിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ശരി സാർ.